يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രഹസ്യ പരസ്യ മേഖലകളിലുമെല്ലാം കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാത്രം പൊരുത്തത്തിലായി ജീവിക്കുകയും അങ്ങനെ തന്നെ റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകുന്ന യഥാർത്ഥ വിജയികളിൽ, ഖൽബുൻ സലീമിൻ്റെ ഉടമകളിൽ, മുത്മഇന്നയായ ആത്മാവിൻ്റെ ഉടമകളിൽ നാം ഓരോരുത്തരെയും അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷം 1447 പരിശുദ്ധ റമദാനിൻ്റെ മുമ്പുള്ള ശഅബാൻ 25 നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുന്ന ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ആയി കടന്നു വരാനിരിക്കുകയാണ്. ഇനിയൊരു വെള്ളിയാഴ്ച നമ്മളിങ്ങനെ സംഗമിക്കുന്നത് റമദാനിലായിരിക്കും ഇൻഷാ അല്ലാഹ്. പരിശുദ്ധ റമദാനിൽ ഏറെ ആവേശത്തോടെ നന്മകൾ വാരിക്കൂട്ടാൻ, അതോടൊപ്പം തന്നെ നന്മകൾ ചെയ്യാനുള്ള നല്ല മനസ്സിനെ, അതോടൊപ്പം അവസരങ്ങളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നോമ്പുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഉണർത്തുന്നത്. ശ്രദ്ധയോടെ, പകുതി മനസ്സോടെയുമല്ലാതെ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വഹാബത്ത് ദീന് കേൾക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു മര്യാദ നമ്മളിലുണ്ടാകണമെന്ന് ആദ്യമായി ഉണർത്തുക. തലയിലൊരു പക്ഷി വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധാലുക്കളാകുമോ അങ്ങനെയായിരുന്നു അവർ ദീന് കേട്ടിരുന്നത് എന്നാണ്.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറിവില്ലായ്മ ഒരു ഇബാദത്തിലും കടന്നു വരാൻ പാടില്ല. ഏത് ഇബാദത്തും മതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണ അറിവോടെയായിരിക്കണം. യുദ്ധത്തിൽ തലക്ക് പരിക്കേറ്റൊരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ മരണവിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിന് വലിയ അശുദ്ധിയുടെ കുളി കുളിക്കാനുണ്ടായിരുന്നു എന്നും, പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവായി അത് നനക്കാനുള്ള പ്രയാസം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിച്ചപ്പോൾ കൂടെയുള്ള സ്വഹാബികൾ പറഞ്ഞത് നിങ്ങൾ കുളിക്കൽ നിർബന്ധമാണ് എന്നാണ്. ഈ സ്വഹാബിയെ കൊണ്ടവർ കുളിപ്പിക്കുകയും ആ സ്വഹാബിയുടെ മുറിയിലൂടെ വെള്ളമിറങ്ങി അത് കുറച്ച് ഗൗരവമായി ക്രിട്ടിക്കലായി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഈ വാർത്തയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത്. എന്നാൽ നബി ആ യുദ്ധ സൈന്യത്തിലില്ല, ഒരു സരിയയാണ്, നബി അയച്ച സൈന്യമാണ്. അപ്പോൾ അവിടുന്ന് ഗൗരവമേറിയൊരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ അറിയിച്ചത്. ഖതലൂഹു എന്ന് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു എന്നാ പറഞ്ഞത്. ആരെ? സഹാബികൾ അദ്ദേഹത്തെ കൊന്നു എന്നാ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖതലഹുമുല്ലാഹ്, ആരാണ് ഈ പണി ചെയ്തതെങ്കിലും അള്ളാഹുവിൻ്റെ ശാപം അവരിലുണ്ടാകട്ടെ എന്ന്. അലാ സഅലു ഇദാ ലം യഅലമു, അറിയില്ലാത്തൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കിക്കൂടായിരുന്നു. അദ്ദേഹത്തിന് കുളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ഇളവുള്ള ആളാണ്, തയമ്മും മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ കൊണ്ട് കുളിപ്പിച്ച്? അപ്പൊ അറിവില്ലാത്തത് പറയരുത്. ആരോടായി പറയണത്? അറിവിൻ്റെ സാഗരങ്ങളായ സഹാബികളോടാണ്. ഫഇന്നമാ ശിഫാഉൽ അയ്യു അസ്സുആൽ എന്നാണ്. തീർച്ചയായും അറിവില്ലായ്മയാകുന്ന രോഗത്തിനുള്ള മരുന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ്. നിസ്കാരത്തെക്കുറിച്ച് അറിയില്ലേ? അറിയുന്നവരോട് ചോദിക്കണം. തൗഹീദിനെ കുറിച്ച് അറിയില്ലേ? ചോദിക്കണം. അറിയുന്നവരോട് ചോദിക്കണം. ഫസ്അലൂ അഹ്ല ദിക്ർ, ഖുർആന്റെ നിർദ്ദേശമാണ്. അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു പഠിക്കണം. എല്ലാ വിഷയത്തിലും ഇസ്ലാമിൻ്റെ നിയമതാണ്. നമ്മൾ മുറിമുല്ലമാരാകരുത്, ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരാകരുത്. പരിശുദ്ധ റമദാനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം A to Z നിനക്കുണ്ടോ? അതൊരു കനപ്പെട്ട ചോദ്യമാണ്. എന്തെല്ലാം കൊണ്ട് നോമ്പ് മുറിയും? എങ്ങനെയാണ് നോമ്പിൻ്റെ പരിപൂർണ പ്രതിഫലം നേടാൻ കഴിയുക? ആർക്കൊക്കെ നോമ്പിൽ ഇളവുണ്ട്? ആരൊക്കെ ഫിദിയ കൊടുക്കണം? ആരൊക്കെ ഫിദിയ കൊടുക്കണ്ട? നഷ്ടപ്പെട്ട നോമ്പ് വരുന്ന കൊല്ലത്തിൻ്റെ മുന്നേ നോറ്റ് വീട്ടേണ്ടാത്തവർ ആരൊക്കെയാണ്? അവർക്കതിലും ഇളവുള്ളവർ ആരൊക്കെയാണ്? അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഏതെല്ലാം മരുന്ന് കുത്തിവെച്ചാലാണ് നോമ്പ് മുറിയുക? ഏതിലൂടെയൊക്കെ മരുന്ന് കയറ്റിയാലാണ് നോമ്പ് മുറിയുക? പല്ല് തേക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ മുങ്ങിക്കുളിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. റമദാനായി കഴിഞ്ഞാൽ കഫ ഇറക്കിയ നോമ്പ് മുറിയോ? ഇതിലൊന്നും ഇപ്പോഴും പല ആൾക്കാർക്ക് വ്യക്തത എല്ലാം തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അറിയുന്നവരോട് ആ വിഷയത്തെ ചോദിക്കാൻ, പഠിക്കാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. സഹോദരിമാരെ, ഇപ്പം നിസ്കാരത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ നേതാവ് പറഞ്ഞത്? നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചോളിന്നാ? കേട്ടിയുമ്പോൾ കേട്ടനുസരിച്ച് നിസ്കരിച്ചോളിന്നാണോ? അല്ല, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത് അതുപോലെ. നബി തങ്ങൾ നിസ്കരിക്കണം നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിക്കണ സഹാബത്ത് കണ്ടു. സഹാബത്ത് കണ്ടത് അടുത്ത തലമുറക്ക് അത് നേരെ അങ്ങനെ തന്നെ പകർത്തി കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് ഇങ്ങോട്ട് ഭദ്രമായ കൈകളിലൂടെ നമ്മുടെ മുമ്പിൽ അള്ളാഹ് എത്തിച്ചു തന്നിട്ടുണ്ട്. അത് ഇരുന്ന് പഠിക്കാൻ നമുക്ക് കഴിയില്ല. പല ആളുകൾക്ക് സമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ്, അല്ലേ? അവിടെയാണ് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഖുദൂ അന്നി മനാസിക്കക്കും. ഹജ്ജിനെ കുറിച്ച് അതാ പറഞ്ഞത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് പഠിക്കൂ എന്ന് പറഞ്ഞു. എന്നിൽ നിന്ന് പഠിക്കണം.
അപ്പോൾ ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവും, ഞാൻ ഈ ഇബാദത്ത് ചെയ്താലുള്ള എനിക്ക് കിട്ടാൻ പോണ കൂലി എന്താ? എല്ലാവരും നോമ്പ് നോൽക്കണം, ഞാൻ നോൽക്കന്നെ, അന്ന് ഞാൻ ചായയും വീടിയും വലിച്ച് കടത്തണം വരുന്ന മോശമല്ലേ? അങ്ങനെയാണോ? അതുപോലെ തന്നെ നോമ്പ് നോൽക്കണേ നോമ്പ് നോൽക്കുക, അങ്ങനെയല്ല. പിന്നെയോ എന്താണ് നോമ്പ് നോറ്റാനുള്ള പ്രതിഫലം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഇങ്ങോട്ട് ഒരു സുദീർഘമായ യാത്ര പോവാം. എന്തിനാ പോണത്? എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പോകും. അവിടെ ചെന്നാൽ എനിക്ക് ഇന്നിന്ന നേട്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയാലല്ലേ ആ പോക്കിലുള്ള ക്ഷീണക്കൾ നമ്മൾ മറക്കുള്ളൂ. എന്ത് കാര്യം അങ്ങനല്ലേ? എന്നാൽ ഞാൻ നോമ്പ് നോറ്റാൽ എനിക്ക് കിട്ടാൻ പോകുന്ന കൂലികൾ എന്തൊക്കെയാണ്? അതുപോലെ നമ്മൾ ചില ആളുകൾക്ക് അറിയില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല. അവ എന്തിനെക്കുറിച്ചുമുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. അറിയാതെ നോമ്പ് നോറ്റാലോ? ഈ പറഞ്ഞതൊന്നും അറിയാതെ നോമ്പ് നോറ്റാലോ? അള്ളാഹുവിൻ്റെ റസൂൽ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവനെ കുറിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞ അറിയങ്ങള്? റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണെന്ന് പറഞ്ഞു. നമ്മൾ ഉണ്ടാകാതിരിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞത്? റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സുയാമിഹി ഇല്ലൽ ജൂ. അവർക്കോലെ നോമ്പോണ്ട് കിട്ടിയത് നോമ്പിന്റെ കൂലിയൊന്നല്ല, പിന്നെയോ ഇല്ലൽ ജൂ എന്ന് പറഞ്ഞു. കുറെ വിശപ്പും ദാഹവും കിട്ടി, കുറെ വിശപ്പും ദാഹവും കിട്ടി. അതുപോലെ തന്നെ വറുബ്ബ ഖായിമിൻ, എത്ര നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അറിയോ? നിസ്കാരം കണ്ട ഭയങ്കര നിസ്കാരമാണ്. അവനോട് ചോദിച്ചു നോക്കി, എന്താ നിസ്കാരത്തിന്റെ കൂലി? നിസ്കാരത്തിൽ ആ അല്ലാഹു അക്ബർ എന്നാണ് പറഞ്ഞ് തുടങ്ങണത്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടിന് വരുന്നതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അത് 10-50 വയസ്സ് എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. ഞാൻ ഈ പറയുന്നത് കുറച്ച് കനപ്പെട്ട വാക്കാണെങ്കിലും സത്യമല്ലേ? നിങ്ങൾ മനസ്സിലൂടെ ചോദിച്ചു നോക്കുകയാണ്, എത്ര ആൾക്ക് പറയാൻ പറ്റും? നിസ്കാരത്തിൽ എല്ലാ ദിനം ചെല്ലുന്ന ഒരു 17 വട്ടം ചെല്ലുമല്ലോ. ആ ഫാത്തിഹ സൂറത്തിൻ്റെ എങ്കിലും അർത്ഥം ഒന്ന് മാന്യമായി നെഞ്ചു വിരുത്തി ചുളി നിവർത്തി പറയാൻ നമ്മൾ എത്ര ആൾക്ക് കഴിയും? അപ്പൊ അറിവോടെ ബോധ്യത്തോടെ ആയിരിക്കണം ഓരോ ഇബാദത്തും ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പൊ നോമ്പുകാരനായ പോരാ, വിശപ്പ് കിട്ടിയാൽ പോരാ, നോമ്പിൻ്റെ കൂലി മുഴുവൻ കിട്ടണം. അതുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നറിയോ, ഒന്നാമത്തെ ചോദ്യം എന്താണ് ഈ നോമ്പ് എന്ന് പറഞ്ഞത്? നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പ് എന്നുള്ള പദത്തിൻ്റെ അറബി വാക്ക് സൗം എന്നാണ്. സൗം എന്നാണ് അതിൻ്റെ വാക്ക്. ഈ വാക്കിന് 2 അർത്ഥങ്ങളാണ് ഭാഷയിലുള്ളത്. ഒന്ന് തടഞ്ഞു നിർത്തുക എന്നാണ്. സൗം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പിടിച്ചു നിർത്തുക. ഒരു സാധനത്തെ ഇങ്ങോട്ട് അമർത്തി പിടിച്ചു വെക്കണീനും തടഞ്ഞു നിർത്തണീനൊക്കെയാണ് സൗമി എന്ന് പറയാം. പണ്ഡിതന്മാർ പറയുന്ന കാരണം അസൗമു ലുഗ അൽ ഇംസാക്ക് എന്നാണ്. എല്ലാറ്റിൽ നിന്നും പിടിച്ചു വെക്കൽ, തടഞ്ഞു നിർത്തൽ, അതാണ് നോമ്പ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞില്ലേ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. ഗർഭിണിയായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തൊരു പുരുഷന്റെ സ്പർശനമില്ലാതെ, അല്ലേ? അതെ, മറിയം ബീവി പറഞ്ഞല്ലോ, വലൈ യംസസ്നി ബശറൻ, ഒരാണ് പോലും എന്നെ തൊട്ടിട്ട് പോലുമില്ല. വലം മക്കു ബഗിയ, ഖുർആൻ പറയാൻ ഞാനാണെങ്കിൽ ഒരു മോശം നടത്തിപ്പിക്കാരിയല്ല, ദുർനടത്തിപ്പിക്കാരിയല്ല. പിന്നെ എങ്ങനെയാണ് മറിയം ബീവിക്ക് ഗർഭമുണ്ടായത്? അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്നവരിലേക്ക് അല്ലാഹു ഊതി. അതാണ് അഭൗതികമായ രൂപത്തിൽ ഗർഭം ധരിച്ചു. നമുക്ക് എന്തിനൊരു കാര്യകാരണമുണ്ട്. ദാഹം മാറിനെ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതെ ദാഹം മാറ്റാൻ കഴിയുന്ന ആളാരാ? അതാണ് പടച്ചോൻ. മക്കളുണ്ടാകണമെങ്കിൽ അള്ളാഹ് വെച്ച സബബ് മുസബ്ബബാത്ത് എന്താ? കാര്യകാരണം എന്താ? ഒരു പെണ്ണാണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ഏർപ്പെട്ടാൽ തന്നെ ഉണ്ടാകുമോ? ഇല്ല, അള്ളാഹിന്റെ തീരുമാനം വേണം. എന്നാൽ ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ ഒരാണ് പോലും തൊടാതെ ഒരു പെണ്ണിന് ഗർഭം കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറയാം. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറയാം. ഇത് നമ്മളെ ആൾക്കാർ വേർതിരിച്ച് പഠിച്ചില്ല. അതുകൊണ്ടാണ് ഭാര്യയോട് ചോദിച്ചാൽ ശിർക്കാവോ, അള്ളാഹിനോട് ചോദിച്ചാൽ ശിർക്കാവെങ്കിൽ ഭാര്യയോട് ചോദിച്ചാൽ ശിർക്കാവുണ്ട്. ഇതൊക്കെ ഈ എന്താ പറയുക, അറിവുള്ള ആൾക്കാരുടെ സംസാരങ്ങളാണ് ഇതൊക്കെ. അതോ കുത്തിയിരുന്ന് പഠിച്ചൊക്കെ തീരുമാനമാവും. അപ്പം മറിയം ബീവി ഗർഭിണിയായപ്പോൾ ഒരു ചിന്തിച്ചെന്താ അറിയോ? പഠിച്ചോനെ, ഇത് നാട്ടുകാരെ ഞാൻ എങ്ങനെ ബോധ്യപ്പെടുത്തും? പൂർണ്ണ ഗർഭിണിയായിരുന്നാ നാട്ടുകാർ ചോദിച്ചാൽ എന്താ പറയാ? അതുപോലെ തന്നെ ഇത് ഞാനൊന്ന് മറന്നുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, മരിച്ചിരുന്നെങ്കിൽ എത്ര എന്ന് വരെ ചിന്തിച്ചു പോയി നാ മറിയം ബീവി. അപ്പം അള്ളാഹ് പറഞ്ഞെന്താ? ഞാൻ എൻ്റെ റബ്ബിന് നോമ്പ്
തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ ഫലൻ ഉക്കല്ലിമല്യൗമൈൻസിയ, ഒരു മനുഷ്യനോട് ഞാൻ ഒന്നും മിണ്ടൂല. എത്രമാത്രം മിണ്ടാം? നോമ്പുകാരിയാണ് എന്ന് മാത്രം പറയാം. ഈ ആയത്തിൻ്റെ തഫ്സീറിലെ പണ്ഡിതന്മാർ പറഞ്ഞ് അന്നും നോമ്പുണ്ട്. മറിയം ബീവിക്ക് നമ്മളെ നബിൻ്റെ മുമ്പ് വന്നല്ലേ, ഈസാ നബിൻ്റെ ഉമ്മയല്ലേ. അപ്പം എല്ലാ നബിമാരുടെ കാലത്തും നോമ്പുണ്ട്. പക്ഷെ മറിയം ബീവിൻ്റെ കാലത്തുള്ള നോമ്പിൻ്റെ പ്രത്യേകത എന്താ? ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, മിണ്ടാൻ പറ്റൂല. അതാണ് അന്നത്തെ നോമ്പ്. നോമ്പുണ്ട്. നമ്മളെ നോമ്പോ ഭക്ഷണവും വെള്ളവും കഴിക്കാനും കുടിക്കാനും പറ്റൂല, മിണ്ടാം. ഇതിലിപ്പോൾ ഏത് നോമ്പപ്പം നമുക്ക് ഇഷ്ടമായി? എനിക്ക് കൂടെ നമ്മളെ നോമ്പാ നല്ലേ. കാരണം മിണ്ടിയ നോമ്പുറിയില്ലല്ലോ. ഈ മിണ്ടാട്ടം പിടിച്ചിരിക്കുന്നുള്ളത് വിശപ്പ് പിടിച്ചേക്കിടക്കൽ ഇടങ്ങറാ. അപ്പം അള്ളാഹു തന്നൊരു അനുഗ്രഹം കൂടിയാണ് കേട്ടോ, വേറെ വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, നോമ്പിനെ കുറിച്ചുള്ള ഭാഷാർത്ഥം എന്ന് പറയുന്നത് പിടിച്ചു വെക്കുക. അതായത് എന്താണ് പിടിച്ചു വെച്ചു? മറിയം ബീവി സംസാരമാകുന്ന സംഗതി പിടിച്ചു വെച്ചു. അന്നത്തെ നോമ്പതാ. നമ്മൾ പിടിച്ചു വെക്കേണ്ടത് എന്തൊക്കെയാണ്? അനാവശ്യമായ സംസാരങ്ങൾ എന്തൊക്കെ ഉണ്ടോ സ്റ്റോപ്പ് ചെയ്യണം, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അല്ലാത്ത കാലത്തത് വേണം. ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഇൻസാക്ക്, അതാണ് സൗം എന്ന് പറഞ്ഞാൽ. ഇത് മറിയം ബീവിയുടെ വാക്കാണ്. ഇവിടെ സംസാരം പിടിച്ചു വെക്കുക, റമളാനിലെ നോമ്പും പിടിച്ചു വെക്കലാണ് എന്ന് പറയേണ്ട അർത്ഥം അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തൊക്കെ നമ്മൾ പിടിച്ചു വെക്കേണ്ടത്? കൂട്ടത്തിൽ ഒന്നുകൊണ്ട് അനുവദിക്കപ്പെട്ട ഭാര്യ വീട്ടിലുണ്ടെങ്കിലും ഭർത്താവ് വീട്ടിലുണ്ടെങ്കിലും ലൈംഗിക വികാരങ്ങൾ പിടിച്ചു വെച്ചുകൊള്ളണം. അത്തഅബ്ബുദുലില്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇംസാക്, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തിന്റെ ഭാഗമായി ഇതൊക്കെ പിടിച്ചു വെക്കുക. നീ ഞാൻ തന്ന അനുഗ്രഹങ്ങളോട് ഞാൻ പറയണ പോലെ നീ നീങ്ങുന്നുണ്ടോ എന്നറിയാനാണ് ഹലാലായ പലതും നോമ്പിന്റെ പകലിൽ ഹറാമാക്കിയത്. അതായത് നോമ്പിന്റെ മുമ്പ് ഹലാലായതൊക്കെ നോമ്പിന്റെ പകൽ ഹറാമാക്കി. എന്തിൻ്റെ? നോമ്പിന്റെ മുമ്പ് വെള്ളം കുടിക്കൽ അനുവദനീയ, നോമ്പായാലോ നോമ്പിന്റെ പകൽ ഹറാം. നോമ്പിന്റെ മുമ്പ് പകലിലായിട്ട് രാത്രിയാകട്ടെ ഭാര്യയുമായി ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ കൂലിയാണ്, പ്രതിഫലാണ്. പക്ഷെ നോമ്പിന്റെ പകൽ ഹറാം. ഇങ്ങനെയാണ് അള്ളാഹിന്റെ ചില നിയമങ്ങൾ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞെന്നാണ്. ഇതാണ് ഇസ്ലാമിലെ ഇംസാക്ക്, പിടിച്ചു വെക്കുക എന്ന് പറയാം. ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കിയ നോമ്പ് ഏതറിയോ? ആശൂറ നോമ്പാണ്. പിന്നീട് മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഹിജറ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അതിൻ്റെ മുമ്പ് നിർബന്ധമായ നോമ്പായിരുന്നു ആശൂറ നോമ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നോമ്പ് വന്നതോടുകൂടി അത് ദുർബലമാക്കി അല്ലേ. ഇനി മാത്രമല്ല, സൂറത്തുൽ ബഖറയിലെ ശഹ്റു റമളാൻ എന്ന ആയത്തിറങ്ങിയ സമയത്ത് സ്വഹാബത്തിനും പ്രവാചകനുമൊക്കെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഏതാണ് നിർബന്ധമാക്കപ്പെട്ടതല്ല എന്നുള്ളത്. പിന്നെ ആയത്തിറങ്ങിയപ്പോൾ നോമ്പ് നിർബന്ധമായി. ഏതാണ് ആയത്ത്? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസും. നിങ്ങൾ എന്ത് ചെയ്യുക? റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് നോൽക്കുക എന്നുള്ള കാര്യം തീരുമാനമായി. ഇനിയൊരു ചോദ്യം, ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധം എന്നുള്ളതാണ്. എല്ലാവരും നോമ്പ് നോൽക്കണോ? വേണ്ട. നോമ്പ് നോൽക്കണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി മുസ്ലിം ആകണം എന്നുള്ളതാണ്. അപ്പം അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ആ റൗണ്ടിലുണ്ട്. രണ്ടാമത് പറഞ്ഞത് മുസ്ലിമായാൽ മാത്രം പോരാ, ഇസ്ലാം പറഞ്ഞ ബുലൂഗത്തണം, പ്രായപൂർത്തിയാകണം. ഒരു പെണ്ണിനും ആണിനുമുള്ള ബുലൂഗിൻ്റെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഒരു പെണ്ണിൻ്റെ പ്രായപൂർത്തി സമയം എന്ന് പറയുന്നത് അവൾക്ക് മെൻസസ് പീരീഡ് തുടങ്ങുന്ന സമയമാണെന്നാണ്. ആ സമയം മുതൽ അവൾക്ക് ഗർഭധാരണത്തിന് അവൾ പ്രാപ്തയായി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പെണ്ണിന് പ്രായപൂർത്തിയായി. ചില പെൺകുട്ടികൾക്ക് 9ാമത്തെ വയസ്സ് സംഭവിക്കും, അതിന് മുമ്പ് ശേഷമൊക്കെ സംഭവിക്കാം. എന്നാൽ പുരുഷനായ ആൺകുട്ടിക്ക് അങ്ങനെയല്ല. അവർക്ക് ഗുഹ്യരോമങ്ങൾ മുളക്കുക, പൊടിമൂശ മുളക്കുക, സ്ഖലനം സംഭവിക്കുക. ചില വണ്ടിയന്മാർ പറയും 15 വയസ്സാകാതാണ്. അതൊരു സൂക്ഷ്മമായ പ്രയോഗമല്ല. അതിൻ്റെ മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞൊക്കെ സംഭവിക്കാം. അപ്പം ഈ പ്രായപൂർത്തിയായി മുസ്ലിം ആവുകയും ചെയ്താൽ നോമ്പിൻ്റെ ചില ക്വാളിറ്റികൾ നിനക്കായി, നോമ്പ് നോൽക്കൽ നിർബന്ധമായി. പിന്നെ പറഞ്ഞത് എന്താ? ഇനിയിപ്പോൾ പ്രായപൂർത്തിയായി മുസ്ലിമുമാണ്, ബുദ്ധി ഇല്ലെങ്കിലോ? തലക്ക് സ്ഥിരതല്ലാത്ത ആൾക്ക് നോമ്പില്ല, ബുദ്ധി വേണം, ഭ്രാന്തനാകാൻ പാടില്ല. പിന്നെ ഒരു ഷർത്ത് പറഞ്ഞെന്താ വെച്ചാൽ, ഇതൊക്കെ ഒത്തു വന്നാലും മുസ്ലിമായി, പ്രായപൂർത്തിയായി, ബുദ്ധിയുണ്ട്, എല്ലാം റെഡിയാ. ഇനി അവനൊരു മുസാഫിറായി, ഒരു സുദീർഘമായ യാത്രയിലാണെങ്കിൽ, റമളാനിലാണെങ്കിലും ഒരു നോമ്പ് ഒഴിവാക്കാം. പക്ഷെ ആ നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റുവിടണം.
അപ്പം യാത്രക്കാരനായ നോമ്പ് നിർബന്ധമല്ല. യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പടന്നിക്കുള്ള പോക്കല്ല കേട്ടോ, അത് പോക്കുവരവാണ്. ഒരു കസറാക്കേണ്ട ദൂരം അത് പണ്ഡിതന്മാർ പറഞ്ഞ് 40 കിലോമീറ്റർ അങ്ങോട്ട് 40 ഇങ്ങോട്ട് ഒരു യാത്രയുടെ ക്ഷീണം പറ്റുന്നൊരു തോന്നലുണ്ടല്ലോ യാത്രയാണ് അത്. 80 കിലോമീറ്റർ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതിലേതും എല്ലാവരും തെളിവ് ധരിച്ചതായി കാണാൻ പറ്റും. ഇരിക്കട്ടെ, പിന്നെ പറഞ്ഞ എന്താ, ആരോഗ്യം വേണം. ഇനിയിപ്പോൾ ഒരാൾ മുസാഫിറല്ല, ബുദ്ധിയുണ്ട്, മുസ്ലിമാണ്, പ്രായപൂർത്തിയൊക്കെ അയക്കണേ, പക്ഷെ അവൻ വീട്ടിൽ തന്നെ ഉണ്ടേനും മുസാഫിറൊന്നുമല്ല, എന്നാൽ ആരോഗ്യമല്ല, നോമ്പ് വിൽക്കാൻ ഭയങ്കര രോഗിയാ, പ്രശ്നത്തിലാ, നോമ്പ് നിർബന്ധമല്ല. ഈ രോഗം മാറാൻ സാധ്യതയുള്ള നോമ്പാണെങ്കിൽ എന്ത് ചെയ്യുക, ആ നോമ്പിനെ മാറ്റിവെക്കാം, എന്നിട്ട് അടുത്ത കൊല്ലത്തിന് മുമ്പ് നോറ്റ് കിട്ടിയാൽ മതി. ഇനി അടുത്ത കൊല്ലത്തിൻ്റെ മുമ്പ് ഈ രോഗം മാറിയില്ലെങ്കിലോ അതിൻ്റെ അപ്പുറത്തെ കൊല്ലം നോറ്റ് കിട്ടിയാൽ മതി. ഇത് മാറാൻ സാധ്യതയില്ലാത്ത രോഗമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയാലോ വിധി കൊടുത്താൽ മതി. ഇതിലൊക്കെ ഇസ്ലാമിൽ വ്യക്തത ഉണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ 5 കാര്യങ്ങളുണ്ടെങ്കിലും ആർത്തവ, പ്രസവ രക്തം എന്നിവയിൽ നിന്ന് ശുദ്ധിയാകും വേണം. ഇത് സ്ത്രീകൾ പാലിക്കുന്ന വിഷയമാണ്. ഒളിഞ്ഞ് യാത്രക്കാരിയല്ല, രോഗിയല്ല, ബുദ്ധിയുണ്ട്, പ്രായപൂർത്തിയായിക്കണ്, മുസ്ലിമുമാണ്, എല്ലാ ക്വാളിറ്റി ഒത്തു വന്നാൽ ആർത്തവകാരിയാണ്, നോമ്പില്ല, നോമ്പ് നോക്കാൻ പാടില്ല, ഹറാം. അതുപോലെ തന്നെ മെൻസസ് ടൈമിൻ്റെ സമയമാണോ, ഹറാം, നോമ്പ് വിൽക്കാൻ പാടില്ല. പക്ഷേ പിന്നീട് നോറ്റ് വീട്ടണം. ആ നോറ്റ് വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചില പെണ്ണുങ്ങൾക്കുള്ള സംശയമാണ്, കാത് കുറിപ്പിച്ച് കേട്ടോളി, ഇനി അതിനെക്കുറിച്ച് ചോദിക്കരുത്. ഈ ആർത്തവകാരിയായ പെണ്ണിന് നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത കൊല്ലത്തിൽ നോട്ട് വീട്ടണം എന്നല്ല ആർക്കും സംശയമല്ലല്ലോ. ആ നോറ്റ് വീട്ടേണ്ട പെണ്ണ് അലസമായി മടിയോടെ ഒരു ശ്രദ്ധയുമില്ലാതെ അടുത്ത കൊല്ലത്തിൻ്റെ മുമ്പ് അത് നോറ്റ് വീട്ടിയില്ല എങ്കിൽ, അപ്പുറത്തെ നോമ്പിലേക്ക് അത് എത്തിയെങ്കിൽ അവൾ എന്ത് ചെയ്യണം, അതിശക്തമായി തൗബ ചെയ്യും വേണം, നോമ്പ് നോറ്റ് വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. എന്നാൽ പറയപ്പെട്ട അടുത്ത കൊല്ലത്തിൻ്റെ മുമ്പ് നോറ്റ് വീട്ടുകയാണെങ്കിൽ ഫിദിയ വേണ്ട, നോറ്റ് വീട്ടൽ മാത്രം. ഇനി ഫിദിയന്റെ ചോദ്യം ചോദിച്ചു വരരുത്. എന്നഞ്ഞ ഒരു പെണ്ണ് ഗർഭിണിയാണ്, അവള് പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞിനെ മുലയൂട്ടണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ ആ നോമ്പ് നോൽക്കാൻ പറ്റൂല. അപ്പോൾ ഒരു കൊല്ലത്തെ നോമ്പ് പോയി. ഈ മുല കൊടുക്കൽ 2 കൊല്ലമാണല്ലോ, അടുത്ത കൊല്ലത്തെ നോമ്പുമില്ല. ഓൾക്ക് എന്ത് ചെയ്യാം, സൗകര്യത്തിനനുസരിച്ച് നീട്ടിക്കൊണ്ടുപോകാം. എപ്പോഴാണോ അതിൽ നിന്ന് അവർ റീകവർ ആകുന്നത് അപ്പോൾ നോറ്റ് വിട്ടിയാൽ മതി. അപ്പോൾ ഫിദിയല്ലേനോ? ഇതൊക്കെ വ്യക്തമാണ് ഇസ്ലാമിൽ. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സ് കടന്ന് ഇങ്ങനെ സംശയത്തിൻ്റെ പുറത്ത് ഈ കോഴി അയൽമ കയറിയ പോലെയാണ് പല വിഷയത്തിൽ നമ്മൾ ആൾക്കാർ കൊണ്ടു നടക്കണം. ഇനിയും സംശയം ബാക്കിയുണ്ട്, നമുക്ക് ചോദിക്കണം, അത് പഠിക്കണം എന്നുള്ളതാണ്. ഇനിയൊരു ചോദ്യം, എപ്പോഴാണ് നോമ്പ് നോക്കേണ്ടത് എന്നുള്ളതാണ്. നോമ്പ് എപ്പോഴാണ് നോക്കേണ്ടത്? അത് ഇസ്ലാമിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതെ, ചന്ദ്രക്കല ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. ശഅബാൻ അതിൻ്റെ 29 നിങ്ങൾ ആകാശത്തിൻ്റെ വിരിമാറിൽ അത് കണ്ടാൽ നിങ്ങൾക്ക് നോമ്പ് ആ 29ൻ്റെ അപ്പുറത്ത് റമദാൻ ഒന്ന് കൂട്ടിയിട്ട് നോറ്റ് തുടങ്ങാം. ഇനി കണ്ടില്ല വിചാരിക്കുക, ചന്ദ്രൻ ആകാശത്തിൻ്റെ ശക്തമായ മഴമേഘാൻ, ആരും കണ്ടില്ല, എവിടെയും കണ്ടില്ല. അപ്പം നമ്മൾ ശഅബാൻ 30 പൂർത്തിയാക്കിയിട്ട് റമദാൻ 1ലേക്ക് പ്രവേശിക്കുക. അപ്പം കാണലാണ് സൂമൂലി റുഇയതിഹി എന്നാണ്, ചന്ദ്രനെ കാണുക. അത് സൗദി കണ്ടാൽ പോരാ, അതൊക്കെ ഇസ്ലാമിൽ കൃത്യമായിട്ട് പണ്ഡിതന്മാർ രേഖ വെച്ച് അത് പഠിക്കാൻ തയ്യാറാകാത്തോണ്ടാണ്. ഏതോ ഒരാൾ പറഞ്ഞു സൗദി കണ്ടാൽ മതി. എന്തെങ്കിലും അടിസ്ഥാനം അതിനുണ്ടോ? ഈ പറയണോന്ന് അതിൻ്റെ അടിസ്ഥാനം അറിയോ? ഇവിടെ ഈ ഖുത്ബ പറയുന്ന ഒരു ഇൽമുല്ലാത്ത മുനീർ സർഫിക്ക വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ പറ്റും, ഇരുന്ന് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രശ്നമല്ല. അതിൽ സൗദി കണ്ടാൽ പോരാ അവിടെ നോമ്പ് വിൽക്കാൻ. അത് ആ കാഴ്ചക്ക് കൃത്യമായിട്ടുള്ള പരിധിയും കാര്യങ്ങളും. എത്ര ഇപ്പം കേരളമാണോ അനി തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് പോയി അവിടെ ഉണ്ടോ അതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കളിയാക്കിയിട്ട്. ആ കളിയാക്കുന്നതൊക്കെ വരട്ടെ, നമുക്ക് തീരുമാനാക്കാലോ. അപ്പൊ കാണുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. 2 കാര്യങ്ങളിലൂടെ നമുക്ക് നോമ്പ് ഉറപ്പിക്കാൻ പറ്റും. 2 കാര്യങ്ങളിലൂടെ. ഒന്നേതെന്നറിയോ? അൽ അംറുൽ അവ്വൽ റുഇയത്തുൽ ഹിലാൽ റമദാൻ. നേരത്തെ പറഞ്ഞില്ലേ റമദാൻ ഹിലാൽ കാണണം. രണ്ടാമത്തത് ഇത്മാമു ശഹ്ർ ശഅബാൻ. ഇനി ഹിലാൽ കണ്ടില്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കണം. ഈ 2 വഴിയുള്ള നമ്മുടെ മുമ്പിൽ. ഇതാണ് നോമ്പിൻ്റെ മാനദണ്ഡം. അപ്പോൾ ശഅബാൻ 25ആണ്. നമുക്ക് 29 കണ്ടാൽ അൽഹംദുലില്ലാ നോമ്പ് നേരത്തെ ബുധനാഴ്ച തുടങ്ങും. കണ്ടില്ലേ വ്യാഴാഴ്ച ഉറപ്പിക്കും. ഒരു സംശയം ആ വിഷയത്തിലൊന്നും വേണ്ട. അവിടെയാണ് മാസം കാണണം. ലാ തസൂമു ഹത്താ തറൗ അൽ ഹിലാൽ. മുത്തുനബി തങ്ങൾ പറയാണ്, മാസം കാണാതെ നിങ്ങൾ നോമ്പ് നോക്കല്ല, നോമ്പ് നോക്കല്ല. വലാ തുഫ്തിറു ഹത്താ തറൗ അൽ ഹിലാൽ.
നോമ്പിന്റെ അവസാനം നിങ്ങൾ നോമ്പിനെ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ട റമദാനെ അത് കാണാതെ. ഇനി കണ്ടില്ലെങ്കിലോ 30 നോമ്പിനെ പൂർത്തിയാക്കിക്കോ. അപ്പൊ കാഴ്ചയാണ് മാനദണ്ഡം. ഈ ഹദീസിന്റെ ഇത് ബുഖാരിയിലെ ഹദീസാണ്. പണ്ഡിതന്മാരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് ഇനി സംശയ ദിവസത്തിലെ നോമ്പാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എന്ത് ചെയ്യുക? 29 ചന്ദ്രൻ കണ്ടു അല്ലേ ഷഹബാൻ, സംശയമാണെങ്കിൽ എന്ത് ചെയ്യുക? അല്ല റമദാൻ അല്ലേ 29 നോമ്പ് പൂർത്തിയാവില്ല, നമുക്ക് സംശയം. ഇപ്പം എന്ത് ചെയ്യുക? 30 പൂർത്തിയാക്കുക, തീരുമാനമാക്കുക. ആ 30 പൂർത്തിയാക്കിയിട്ട് അടുത്ത ദിവസം പെരുന്നാളിലേക്ക് പ്രവേശിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഹുദൈഫത്തുൽ യമാനിയുടെ വാക്ക്. ഞാൻ വായിക്കുന്നില്ല സമയപരിമിതി മൂലം അല്ലേ. ഇനി സംശയത്തിന്റെ ദിവസത്തിൽ നോമ്പ് നോറ്റാലോ? ഒരു സംശയമുള്ള ദിവസം നമ്മൾ നോമ്പ് നോറ്റാൽ മൻ സ്വാമ അൽ യൗമല്ലദീ യുശിക്കിൻ ഫീഹി ഫഖദ് അസ്വാ അബുൽ ഖാസിം. സംശയ ദിവസം നോമ്പ് നോറ്റവൻ അബുൽ ഖാസിമിനെ ധിക്കരിച്ചിരിക്കുന്നതാണ്. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ ഉറപ്പ് കാണണം. കാണാൻ പറ്റിയില്ലേ ഉറപ്പിച്ചോ, 30 പൂർത്തിയാക്കിയോ. സംശയത്തിൻ്റെ പുറത്ത് നോമ്പ് വലിക്കരുത്. ഉണ്ടാകും, ഉണ്ടായിക്കൂടെ, ആ വർത്താനം അവിടെ എല്ലാം നിർത്തും. അവിടെയാണ് ഇനി മാസം ഷഹബാനിൻ്റെ ചന്ദ്രക്കല ആകാശത്ത് കണ്ടാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അവിടെ സുന്നത്തുണ്ട്. നോമ്പിന്റെ 29 മാസം കണ്ടാൽ, നീ കണ്ടില്ലെങ്കിൽ പോട്ടെ, കണ്ടാൽ അവിടെ നീ പ്രാർത്ഥിക്കാൻ മുത്തുനബി തങ്ങൾ പറഞ്ഞതെന്താ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങണം. ചന്ദ്രനെ നോക്കിയിട്ട് പറയണം അല്ലാഹു അക്ബർ. ഇനി കാണാൻ നമുക്ക് പറ്റിയില്ല, നമ്മൾ കേട്ടിട്ടുള്ളൂ, ഒരു നീതിമാനായ ഒരാളിൽ നിന്ന് കേട്ടു എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹു അക്ബറിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ. പിന്നെ പറഞ്ഞെന്താ? അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈ മാസത്തെ തുടക്കം കുറിക്കുന്നത് നിർഭയത്വത്തോടെയും ഈമാനോടെയും സമാധാനത്തോടെയും ആകണമേ. അതെപ്പോഴും പ്രാർത്ഥിക്കുക ചന്ദ്രൻ കാണുമ്പോഴൊക്കെ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സലാമ വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ യുഹിബ്ബു റബ്ബുനാ വയർള റബ്ബുനാ വറബ്ബുക്കല്ലാ എന്നൊക്കെ അതിൻ്റെ വാക്കിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചുരുങ്ങിയത് നമ്മൾ അല്ലാഹു അക്ബർ എങ്കിലും ഒരു വാക്കുകൊണ്ട് അതിനോട് ഒരു സുന്നത്ത് നേടിയെടുക്കാൻ നമ്മൾ പറയേണ്ടതുണ്ട്. പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പും നീയത്തും. ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി വരാത്തൊരു വിഷയമാണ്. നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ സഹോദരൻ? അൽ ഖസ്ദ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഖസ്ദ് എന്താ? ഉദ്ദേശം. നിങ്ങൾ ഈ ഹദീസ് കേട്ടിട്ടുണ്ടോ? ഈമാൻ 70 ശാഖകളിൽ അടങ്ങിയിട്ടുണ്ട്. അല്ല ഈമാനു സബ്ഉൻ ശുഅബ എന്ന് പറഞ്ഞു. 70 ശാഖകളിൽ അടങ്ങിയ മതമാണ്. അതിൽ ഒന്നാമത് പറഞ്ഞെന്താ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തത് 70-ൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അവസാനത്തെ 70-ാമത്തേതാ? ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അതിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്ത് നന്മ ചെയ്യുമ്പോഴുള്ള നീയത്ത് എന്താ? ഇപ്പൊ ചില ആൾക്കാർക്ക് 1-2 ഇബാദത്തിന് നീയത്തുള്ളൂ. നിസ്കരിക്കാൻ വേണ്ടി എന്താ കാണാം? ഉസല്ലി 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 എന്നിങ്ങനെ പറയും. സഹോദരങ്ങളെ ഞാൻ ചോദിക്കണം, എവിടെയാണ് അത് വന്നിട്ടുള്ളത്? എന്തിനാണ് നിങ്ങൾ ഈ ബിദ്അത്ത് ചെയ്ത് നിസ്കാരത്തേക്ക് പ്രവേശിക്കുന്നത്? എത്ര കാലമായി നമ്മൾ പറയണം ഉസല്ലി ഫർളുൽ ളുഹ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇല ഖിബ്ലത്തി ലില്ലാഹി തആല. ചോദിക്കട്ടെ മോനെ, എവിടെയാണ് ഈ ഹദീസ് വന്നത്? കാണിച്ചുകൊണ്ടാ നമ്മൾ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഹദീസ് ഒന്ന് കൊണ്ടുവരണമെങ്കിൽ ഇല്ലേ അറിയുന്നവരോട് ചോദിക്കും ഇങ്ങനെ ഉണ്ടോന്ന്. വെറുതെ എത്ര നിസ്കാരം ഇങ്ങനെ ബാത്തിലാക്കി കളയണം. അപ്പൊ ഉസ്താദേ നീയത്തില്ലേ? നീയത്തുണ്ട്. നീയത്തെന്താ? നീ മുസല്ലയിലെ ചെന്ന് നിന്നിട്ട് മനസ്സോട് ചിന്തിച്ചോ, റബ്ബേ ഞാൻ ളുഹ്ർ നിസ്കരിക്കുക, ളുഹ്ർ ആണെങ്കിൽ ഇതിന് പറയപ്പെട്ട കൂലിയൊക്കെ എനിക്ക് തരണേ എന്ന് ചിന്തിക്കുക. അതന്നെ നോമ്പ്. പറയപ്പെട്ട എല്ലാ കൂലിയും തരണേ. പള്ളിക്ക് ബൈക്ക് എടുത്ത് പോരുന്ന നീയത്തെന്താ കൂട്ടരെ? പന്തളിക്കാൻ പോവുക, അവിടെ തന്നെ നീയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആളെ മുസല്ലിയിൽ നിൽക്കുമ്പോൾ ഒരു ചിന്ത വേണം, നമസ്കരിക്കുകയാണ് എന്നുള്ളത്. എൻ്റെ പറയപ്പെട്ട കൂലിയൊക്കെ തരാം. ഉസല്ലി ഫർളുൽ പറഞ്ഞിട്ട് ഈ ഉസല്ലിമ കയറി കളിക്കില്ല. പിന്നെ നോമ്പായ കാണാം നവൈത്തു നീയത്ത് വെച്ചോ. കുറെ വയസ്സായ താത്തമാരുണ്ടാവും വീട്ടില്ലേ. നവൈത്തു സോമാദീൻ അന്നദായി ഫർദ റമളാൻ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ചില പള്ളിയിലൊക്കെ ചെന്ന കാണാം മുസ്ലിയാക്കന്മാർ പള്ളിയിൽ മൈക്കിൽ ഓതി കൊടുക്കല നീയത്ത് ചൊല്ലിക്കോളി ഒരുമിച്ച് നാളെ നോമ്പാണ്. നവൈത്തു നവൈത്തു സൗമാദീൻ സൗമാദീൻ. അല്ലാഹുൽ മുസ്തആൻ. എവിടെ നമ്മളെ സമൂഹം? ഇതൊക്കെയാണ് അറിവില്ലാത്ത കുറേ പ്രശ്നങ്ങളുണ്ടേ. എന്താ നോമ്പിന്റെ നീയത്ത്? നാളെ നോമ്പാണ് മനുഷ്യ, പുറത്തു പോയിട്ട് വല്ല നാളേക്കുള്ള അത്താഴത്തിന് ഫുഡ് മേടിച്ചുകൊണ്ടിരുന്ന നല്ല സാധനം മേടിച്ചുകൊണ്ടിരുന്ന അതന്നെ നീയത്താ. ആ ഒരുക്കാണ് നീയത്ത്. നിർബന്ധ നോമ്പിന് സുബഹിക്ക് മുമ്പേ നീ ഒരുങ്ങണം മനസ്സുകൊണ്ട്, നാവുകൊണ്ടല്ല മനസ്സുകൊണ്ട്.
അപ്പം ഇനി ബിദഅത്തോണ്ട് നോമ്പ് തുടങ്ങല്ല. മുനീർ ഷറഫിന്റെ ബാധ്യത തീർന്നിട്ടോ, നിങ്ങളിഷ്ടാ. വെറുതെ ഈ കടലിൽ കൊണ്ട് കായം കലക്കണോ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ലാ യസിഹു സൗമ ബിദൂനി നിയ്യ, ഒരു സംശയമല്ല. എല്ലാ മദ്ഹബിന്റെ ഇമാമിങ്ങളും ഇത്തിഫാക്കായ വിഷയമാണെന്ത്, നിയ്യത്തില്ലാതെ ഒന്നുമില്ല, ഒരു നോമ്പുമില്ല, ഒരു ആരാധനയില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്ത് എന്താ? ചിന്തയാണ്. ഞാൻ എന്തിനാ ഈമാൻ 70 ഉണ്ടെന്ന് പറഞ്ഞത്? ഇപ്പൊ വഴിയിൽ നിന്ന് ഒരു തടസ്സം നീക്കൽ നല്ല കാര്യമാണല്ലോ. എന്താ അതിന്റെ നിയ്യത്ത്? അതിന്റെ അറബി വാക്കൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടോ? പിന്നെന്താ നിസ്കാരത്തിന് മറ്റൊന്ന് മാത്രമേ ചൊല്ലിപ്പറച്ചില്? അവിടെ എന്താ ചിന്ത? വഴിയിൽ നിന്ന് തടസ്സം നീക്കുമ്പോ പഠിച്ചോനെ ഇതിനക്ക് കൂലി തരണ്ടേ എന്നാ നിയ്യത്ത്. നമ്മൾ അധ്വാനിച്ച സമ്പത്ത് മറ്റുള്ളവന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോ എന്താ? സദക്കന്റെ കൂലി കിട്ടണെന്നാ. എന്താ അവിടെ നിയ്യത്ത്? എന്താ ചൊല്ലി പറയാ? അപ്പൊ ഈ ചൊല്ലിപ്പറച്ചിൽ പഠിപ്പിക്കപ്പെട്ട സ്ഥലമുണ്ട്. ഒന്ന് ഹജ്ജ് ഉംറ വേളയിലാണ്, അതവിടെ പറയുന്ന വേണം. അത് നബി പറഞ്ഞിക്കണ്. പഠിപ്പിക്കപ്പെട്ട മീക്കാത്തിൽ എത്തുമ്പോ പറയണം അല്ലേ? ഉംറക്ക് പോവാണെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറ തന്നെ പറയണം. അവിടെ പറയാൻ പറഞ്ഞിക്കണ്. ആ പറഞ്ഞുകൊടുത്ത് പറഞ്ഞാൽ മതി. ഇനി ഹജ്ജിനാണോ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ, രണ്ടും ആണോ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജം വ ഉംറ? അല്ലാത്ത സ്ഥലത്ത് ചൊല്ലി പറയാൻ പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിൽ പോലും അതിനെ ശക്തമായി എതിർത്തുക, ചൊല്ലി പറയാൻ പാടില്ല. എന്നിട്ട് ആ ഉസ്താദന്മാരാണ് മൈക്കിൽ ചൊല്ലി കൊടുക്കുന്നത്. പണ്ടൊരാള് മരത്തുമ്പോ കയറിയിരുന്ന റൊട്ടിന്നാ, എടാ ഇങ്ങനെ മരക്കൊമ്പൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടല്ലോ, താഴത്തിറക്കി മര്യാദ കഴിച്ചൂടെ? അവൻ പറഞ്ഞു, ഞാൻ ഈ മരക്കും മാടിയിട്ട് തിന്നു, ഉണക്കെന്താന്ന് ചോദിച്ചു. എന്ന രൂപത്തിലാണ് നമ്മളെ നാട്ടിലെ ചില ആൾക്കാരെ ദീന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബുദ്ധി ഉണ്ടായി ചിന്തിച്ചോളി. നിസ്കാരത്തെ എന്ത് ചെയ്യാൻ പാടില്ല? അതുപോലെ ആരാധനകളെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഫറല്ലായ നോമ്പാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സുബൈക്ക് മുമ്പ് തീരുമാനിക്കണം. സുന്നത്ത് നോമ്പാണെങ്കിലോ ആ മാനദണ്ഡം അവിടെ അല്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ നിങ്ങൾ സുബൈക്ക് ശേഷം നീയച്ചാൽ കൂട്ടും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഉച്ച വരെ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം വരെ ഒന്നും തിന്നിട്ടില്ലെങ്കിൽ നോമ്പ് ബാങ്ക് കൊടുക്കാൻ 1 മണിക്കൂറേ ബാക്കിയുള്ളൂ, അതുവരെ ഒന്നും തിന്നിട്ടില്ല. അപ്പം തീരുമാനിക്കുകയാണ് ഞാനത് നോമ്പാണ് വിചാരിച്ചത് പോലെ നോമ്പ് കിട്ടി, സുന്നത്ത് നോമ്പ് കിട്ടി. പക്ഷെ ഫറള് അങ്ങനല്ല, സുബൈൻ്റെ മുമ്പ് നീയത്ത് വെക്കണം. അതാണ് ആ നീയത്തിൻ്റെ ഒരു വ്യത്യാസം. ഫജറിൻ്റെ മുമ്പ് തീരുമാനിക്കണം. ഇമാം നവവി പറഞ്ഞെന്താ? നിർബന്ധ നോമ്പിന് ഫജറിന് മുമ്പ് നീയത്ത് വേണം എന്നാണ്. ഇങ്ങനെ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വിശദമായിട്ട് ഇങ്ങോട്ട് ചർവണം ചെയ്യണമെന്ന് മിമ്പർ പര്യാപ്തമല്ല. വിലപ്പെട്ട സമയമാണ് ഇവിടെ അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക. കൂടുതൽ അറിയണോ പഠിക്കണോ നമ്മൾ വന്നിരിക്കുക, പഠിക്കുക, കേൾക്കുക, ചോദിക്കുക. അറിയുന്ന പണ്ഡിതന്മാരെ നമ്പറൊക്കെ കോണ്ടാക്ട് ലിസ്റ്റിൽ വേണം, ചോദിക്കുക. അത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരായ നല്ലത്. ഉസ്താദന്മാരോട് ചോദിക്കരുത്. ഓർക്ക് വലത്തുനിന്ന് അടുത്തോട്ട് ഇതൊക്കെ കിതാബ പ്രമാണ. അപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിച്ച് അവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഇനി ഇതല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കുള്ള സംശയ നിവാരണങ്ങൾക്ക് എന്തൊക്കെ വഴികളുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മളൊക്കെ അനുഗ്രഹീതരല്ലേ? പഠിക്കണം സഹോദരങ്ങൾ. പഠിക്കാതെ ഇബാദത്ത്, അതാണ് ഞാൻ ഖുത്ബയിൽ ആദ്യം പറഞ്ഞത്. അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഖുർആന്റെ ആയത്താ. അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോകല്ല. നിന്റെ ചിന്താശേഷി, നിന്റെ കാഴ്ച, നിന്റെ കേൾവി, ഇതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. എന്തിനതൊക്കെ തന്നത്? ഇതൊക്കെ തന്നിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് ചോദിക്കും. അള്ളാഹു പ്രമാണബദ്ധമായ കാര്യങ്ങൾ, ഇബാദത്തുകൾ നിർവഹിക്കാൻ, പൂർണ്ണമായ നന്മകൾ നേടിയെടുക്കാൻ നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ നോമ്പ് നോറ്റ ആളുകൾ തന്നെയാണെങ്കിലും അത് ദുർബലപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നോമ്പ് നഷ്ടപ്പെട്ടു പോണ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് അതിൽ തന്നെ 2 എണ്ണം ഉണ്ടെന്നാണ്. നഷ്ടപ്പെട്ടു പോയ നോമ്പ് നഷ്ടപ്പെടാൻ കാരണമായ സംഭവങ്ങൾ അതിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന്, നോമ്പ് ദുർബലമായി പോയി, നമ്മുടെ ചില അശ്രദ്ധമായ കാരണത്താൽ ദുർബലമായി പോയി. പിന്നീട് അത് നോറ്റ് വീട്ടൽ നിർബന്ധമാകുന്ന കാര്യങ്ങളുണ്ട്. അതാണ് ഒന്ന്. നമ്മുടെ അശ്രദ്ധ കൊണ്ട്, വീഴ്ച കൊണ്ട് നോമ്പ് ബാത്തിലായി, പിന്നെ നോറ്റ് വീട്ടൽ നിർബന്ധമാകുകയും ചെയ്തു. അതാണ് ഒന്ന്. രണ്ടാമത്തത്, നോമ്പ് ദുർബലപ്പെട്ടു പോയി നമ്മുടെ അശ്രദ്ധ കൊണ്ട്, പിന്നീട് അത് നോറ്റ് വീട്ടുകയും പ്രായശ്ചിത്തം നിർബന്ധമാവുകയും ചെയ്യുന്ന കഫാറത്ത് കൂടി വരുന്നൊരു കാര്യം കൂടിയുണ്ട്.
പ്രായശ്ചിത്തം. അതിലൊന്നെന്താ നിങ്ങൾ ജിമാ എന്നാണ്. രണ്ടാമത് പറഞ്ഞ ജിമാ. ആ രണ്ടാമത് പറഞ്ഞല്ലേ പ്രായശ്ചിത്തം, അതിലൊന്ന് ജിമാ. അതെന്താ? നോമ്പുകാരൻ പകലിൽ തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയും. അപ്പം അവിടെ എന്തൊക്കെ പോലെ സംഭവിക്കും? പിന്നെ നോമ്പ് മുറിഞ്ഞു ഉറപ്പായി. ഇനിയിപ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ മേലെ നിർബന്ധമായി. ഒന്നെന്താ? ആ നോമ്പിനെ നോറ്റു വീട്ടുക നിർബന്ധമായി. രണ്ടാമത്തത് അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അതിന് കഫാറ എന്നാ പറയാ അറബിയിൽ, ഫുഖഹാക്കളുടെ ഭാഷയിൽ അങ്ങനെ പറയാം. കഫാറ, പ്രായശ്ചിത്തം കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പിൻ്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രായശ്ചിത്തം എന്താണെന്ന് വെച്ചാൽ പിന്നെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. അപ്പം അത് പറ്റുമെങ്കിൽ ലൈഫിലെ പഠിക്കാൻ നിൽക്കൂല. ഒന്നതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ദിവസം അബദ്ധം പറ്റി, നോമ്പിൻ്റെ രണ്ടാമത്തെ പകലും പറ്റിയാലോ? അടുത്ത 2 മാസം, ഇപ്പം 4 മാസമായി. എല്ലാം പാടെ 2 മാസം നിൽക്കൂല. മനസ്സിലായോ? ഇനി നിനക്കതിന് കഴിയില്ലേ? പണ്ഡിതന്മാർ പറയാണ്, ഒരാൾ ആ കഫാറത്തൊക്കെ സ്വീകരിച്ച് ഈമാനൊക്കെ കൂടിയിട്ട് ഈ 2 മാസം എന്ന് പറയുമ്പോൾ 60 ദിവസം ഉണ്ടാവുമല്ലോ, ഒരു 59 ദിവസം നോമ്പ് പറ്റ്, 60-ാമത്തെ ദിവസം എന്തൊരു മടി. അപ്പം വീണ്ടും ഒന്നുമെന്ന് തുടങ്ങണമെന്നാ. ഇതെന്തിനുള്ള പ്രായശ്ചിത്ത? നോമ്പിൻ്റെ പകലിൽ അനുവദിക്കപ്പെട്ട തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. നബിയുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബി ഞാൻ നോമ്പുകാരനായിരിക്കും, ഭാര്യയെ ഉമ്മ വെക്കാൻ പറ്റുമോ? ഭാര്യയെ ഉമ്മ വെക്കാൻ പറ്റുമോ? അവൻ നബി പറഞ്ഞു, നിങ്ങളും എടുത്തോളി, കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആൾ വന്നിട്ട് പറഞ്ഞു, നബി ഞാനോ ഈ കൊടുക്കരുതായിരുന്നു. ആദ്യം വന്ന ആളൊരു വയസ്സനാ, അതൊക്കെ പിടിച്ചാൽ കിട്ടും. രണ്ടാമത്തെ ആൾ ചിലപ്പോൾ ഉമ്മമ്മ നിൽക്കൂല. അതുകൊണ്ട് നബി പറഞ്ഞു, അത് ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അവൻ നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2 മാസം നോമ്പ് നോൽക്കാറുള്ള ചില്ലറ കാര്യമാണ് ആണോ? അതാണ് കഫാറത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അടക്കം 60 ദിവസം നോമ്പ് നോൽക്കാൻ വയ്യേ, 60 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു. അത്യാവശ്യം ഒരു കല്യാണത്തിൻ്റെ മേന്മ ഉണ്ടാവും. മനസ്സിലായോ? പിന്നെ പറഞ്ഞ രണ്ടാമത്തെ നോമ്പിനെ ബാധിക്കേണ്ട കാര്യമാണ് ഇസ്തിംനാ എന്നാണ് പറയാ. അൽ ഇസ്തിംനാ. ഇസ്തിംനാ എന്ന് പറയുന്ന നോമ്പ് ഈ സ്വയംഭോഗം ചെയ്യുക, അതൊക്കെ അതിലെപ്പെടുക. സ്വന്തം ശരീരാവയവങ്ങൾ കൊണ്ട്, ലൈംഗികാവയവങ്ങൾ കൊണ്ട് സുഖമെടുക്കുക, അള്ളാഹ് അനുവദിക്കാത്ത രൂപത്തിൽ. അനുവദിച്ച രൂപത്തിൽ തന്നെ അനുവദിക്കപ്പെട്ട ഇണയുമായി തന്നെ ചേർന്നുള്ള കോലപ്പ പറഞ്ഞത്. അപ്പൊ പഠിപ്പിക്കാത്ത രൂപമാണെങ്കിലോ? അള്ളാഹു പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈ ആയത്തുകൾ ഇങ്ങനെ വരുമ്പോൾ 23-ാമത്തെ ആയത്തിലെ പ്രയോഗം എന്താ? വല്ലദീന ഹും അലാ ഫുറൂജിഹിം യുഹാഫിളൂൻ. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ്. എന്താ പറഞ്ഞത്? തൻ്റെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു വിശ്വാസി എന്നാണ്. വിശ്വാസി വിജയിച്ചു എന്ന് പറഞ്ഞാണ് ആ സൂറത്ത് തുടങ്ങണത്. എന്നിട്ട് അവിടെ നിർത്തിയില്ല, ആ വിഷയം അവിടെ നിർത്തിയില്ല. പിന്നെ അല്ലാഹു പറഞ്ഞെന്താ? ഇല്ലാ അലാ അസ്വാജിഹിം ഔ മമലകത അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗ വറഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. തൻ്റെ അനുവദിക്കപ്പെട്ട ഇണയുമായിട്ടല്ലാതെ തൻ്റെ ജനനേന്ദ്രിയങ്ങൾ അവൻ ഉപയോഗപ്പെടുത്തൂല. രണ്ടാമത് പറഞ്ഞെന്താ? വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ എന്നാണ്. അത് ഇന്നില്ലത്. അപ്പം നമുക്കിന്ന് ആകെ ഒരു വഴിയുള്ളൂ, നമ്മുടെ ലൈംഗിക വികാരങ്ങളെ ശമിപ്പിക്കാൻ. അതിൻ്റെ അപ്പുറത്ത് കിടക്കണോ ഓൻ അതിക്രമകാരിയാണെന്ന് പറഞ്ഞത്. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഈ സ്വയംഭോഗം. അപ്പം നോമ്പ് കാലത്ത് അത് ചെയ്ത മുറി നോമ്പിനെ തന്നെ ബാത്തിലാക്കുന്നതിൽ ഒരു സംശയമല്ല. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് അധികരിച്ചൊരു കാലഘട്ടത്തിലാണല്ലോ ഈ തിന്മ അധികരിച്ച കാലത്ത് നമ്മളുള്ളത്. നല്ലോണം ശ്രദ്ധിച്ചോളി. 2 കാര്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരണം. സ്വർഗത്തിന് ഞാൻ ഗ്യാരണ്ടി തരാമെന്നാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നേതാ നിങ്ങൾ അല്ലേ? മൻ യമ്മല്ലി മാ ബൈന ലിഹ്യൈ വമാ ബൈന റിജ്ലൈ അമ്മല്ലഹുൽ ജന്ന. നിന്റെ 2 താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തരുമോ? ഏഷണിയില്ല, പരദൂഷണമില്ല, കളവില്ല, കുത്തുവാക്കുകളില്ല, മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങളില്ല. അതുമായി നീ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് വാക്ക് തരുമോ? രണ്ടാമത് പറഞ്ഞെന്താ? നിന്റെ സ്വകാര്യ ജനേന്ദ്രിയങ്ങളെ കാത്തു സൂക്ഷിക്കും ഹിതമായ മാർഗത്തിൽ മാത്രമായി, എങ്കിൽ നിനക്ക് ഞാൻ സ്വർഗം തരാം. ഇത് 2 കൊണ്ട് നരകത്ത് പോണ കുറേ ആൾക്കാരുണ്ട്. മുവഹിദുകൾ വരെ നരകത്ത് പോകും ഇതുകൊണ്ട്, ഈ 2 സാധനം കൊണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. എന്നാൽ രാത്രി ഒരാൾ പകൽ ഉറങ്ങണ സമയത്ത്
സ്വാഭാവികമായും ചില ആൾക്കാർക്ക് സ്ഖലനം സംഭവിക്കാറുണ്ട്. അത് നോമ്പിനെ ബാധിക്കുമോ? ഇല്ല. അറിഞ്ഞുകൊണ്ടല്ല, നോമ്പിനെ ബാധിക്കൂല. അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബാധിക്കൂല. പിന്നെ നോമ്പ് മുറിയുടെ മൂന്നാമത്തെ കാര്യം അൽ അക്കുൽ വശുറുബ് എന്നാണ്. അറിഞ്ഞുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. എന്തെല്ലാം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം നോമ്പ് മുറി എന്നുള്ളത്. അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ, മറന്നുകൊണ്ട് കുടിക്കുകയോ തിന്നോ ചെയ്താൽ നോമ്പിൻ്റെ പറയപ്പെട്ട സമയത്ത് അറിയാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു, അള്ളാഹ് നോമ്പാണല്ലോ. ഭക്ഷണം കഴിച്ചപ്പോൾ ഓർമ്മ വന്നു, നല്ലോണം തിന്നിട്ട് അഭിനയിച്ചിട്ട് അള്ളാഹ് മറന്നു പോയിട്ട് കാര്യമില്ല. അള്ളാഹ് മനസ്സ് കണ്ടിട്ടുണ്ട്. എന്താ ഉടായിപ്പൊന്നും അവിടെ നടക്കൂല. കാരണം എൻ്റെ ഹൃദയം അറിയണ്ടോ റബ്ബ്. അള്ളാഹ് ആരാന്ന് വിചാരിച്ച് അലീമും ബിദാത്തി സുദൂർ, എൻ്റെ നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ്. ഇതൊന്നും അറിയാതെ മാനുഷ്യമായി മറന്നിട്ടാണ് തിന്നു, നല്ലോണം തിന്നു കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നേ അല്ലേ. അവസാനം പിന്നെ 2 പീസ് ചിക്കൻ കൂടി ഉണ്ട്, അതുകൂടിയാണ് തീർക്കുക. അപ്പളെ ഓർമ്മ വന്നേ, അത് പറ്റൂല. അപ്പളെ വൃത്തിക്ക് വേണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയണത്, അള്ളാഹുവാണ് അവർ ഭക്ഷണം നൽകിയത്. അറിയാതെ നോമ്പിന്റെ പകൽ ഭക്ഷണം തിന്നവനെ കുറിച്ച് പറയണെന്താ, അള്ളാഹുവാണ് ഭക്ഷണം നൽകിയത്. അതുകൊണ്ട് അവൻ നോമ്പിനെ നിർത്തിയിട്ട് പോയല്ലോ വിചാരിച്ചിടങ്ങാറാണ്ട, നോമ്പ് പൂർത്തിയാക്കട്ടെ. ഉണ്ടാ. അപ്പൊ സത്യത്തിൽ ഇസ്ലാം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പാ, അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നല്ല അടിപൊളി രൂപത്തിൽ ഡ്രൈവിംഗ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം നമുക്ക് ഏത് കട്ടറോട്ട് കൂടി. അറിയാത്ത ആളാണെങ്കിലോ നല്ല ഹൈവേ ആണെങ്കിലും ഓന് നല്ല പ്രയാസം ഉണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ എല്ലാ വിഷയത്തിലും. പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ ഭക്ഷണപാനീയങ്ങളുടെ പദവികളുള്ള കാര്യങ്ങളുണ്ട്. അതാണ് മാക്കാന ബിമഅന അലക്കുൽ വശുബ്. നാലാമത്തേതാണ് ഭക്ഷണത്തിന് പകരമായി ഉപയോഗിക്കുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ശരീരത്തിന് പോഷണം ചെയ്യുന്ന ഡ്രിപ്പുകൾ അല്ലേ. ഹോസ്പിറ്റലിൽ പോയി കുത്തിവെച്ച് അതിങ്ങനെ കയറി ഒരു കുപ്പി ഫുള്ളാണ് കയറിയാൽ വയറ്റിക്കൊന്നും ചിലപ്പോൾ എത്തുണ്ടാവില്ല, പക്ഷെ ഭക്ഷണത്തിൻ്റെ ഒരു എനർജി കിട്ടും. എൻ്റെ നോമ്പിനെ കളി അത് നോമ്പിനെ ബാധിക്കും, നോമ്പിനെ ബാധിക്കുന്ന കേസാണ്. അതുപോലെ അത് വയറ്റിലേക്ക് നേരിട്ട് ചെല്ലുന്ന കേസല്ലെങ്കിലും നമുക്ക് എനർജി തരുന്നുണ്ടല്ലോ, നോമ്പിനെ ബാധിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആധുനിക ഉലമാക്കൾ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇഞ്ചക്ഷനുകൾ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഓലൊന്നും അടങ്ങാറായിട്ട് നോമ്പ് കളയണ്ട. ഭക്ഷണത്തിന് പകരമോ ഊർജ്ജമോ നൽകാത്ത ഇഞ്ചക്ഷനുകളാണോ ഏത് ഇഞ്ചക്ഷൻ ഉപയോഗിക്കാം, നോമ്പിനെ ബാധിക്കൂല, നോമ്പ് മുറിയില്ല. അത് വ്യക്തമായ തെളിവുള്ളതാണ്, പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യമാണ്. അതുപോലെ ഈ കൊമ്പെടുക്കുക അല്ലാണ്ടുള്ള ഹിജാമ ചെയ്യുക, ഈ ഹിജാമ ചെയ്താൽ നോമ്പിനെ നിരുപാധിക അത് കളയില്ല. പിന്നെയോ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോവുകയാണല്ലോ. അപ്പം നമ്മുടെ ശരീരത്തിന് അത് ക്ഷീണോ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെങ്കിൽ അത് നോമ്പിനെ ബാധിക്കാൻ കാരണമാകുമെങ്കിൽ ആ ഹിജാമ നോമ്പ് കാലത്ത് ഒഴിവാക്കണം നല്ലത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സമൃദ്ധമായി ചെയ്യുന്ന കാര്യമൊന്നുമല്ല, എന്നാലും ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. പിന്നെ അൽ ഖയ്യു അംദൻ, അതായത് അറിഞ്ഞുകൊണ്ട് ഛർദ്ദിക്കുക, കൈയിട്ട് ഛർദ്ദിക്കുക, അങ്ങനെയുണ്ടല്ലോ, ആ ഛർദ്ദി നോമ്പിനെ ബാധിക്കും. എന്നാൽ അല്ലാതെ അറിയാതെ ഛർദ്ദിക്കുകയാണോ ഒമിറ്റ് ചെയ്യണോ എൻ്റെ നോമ്പിനെ ബാധിക്കൂല, നോമ്പിനെ അത് ബാധിക്കില്ല, അത് പ്രശ്നമില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞ 7ാമത്തെ കാര്യം കൂടി കഴിഞ്ഞ് നമ്മളെ ഖുത്ബ തൽക്കാലമായിട്ട് നമ്മൾ നിർത്തുകയാണ്. 7ാമത്തെ എന്താ അറിയോ, ഖുറൂജു ദമുൽ ഹൈള് വൻ നിഫാസ് അല്ലേ. സ്ത്രീകൾക്ക് ആർത്തവോ രക്തമോ പ്രസവരക്തമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് നോമ്പ് നോറ്റു, മാരിവി വാങ്ങി കൊടുക്കുക 5 മിനിറ്റുള്ളൂ, അപ്പോൾ അതൊക്കെ സംഭവിച്ചെങ്കിലോ നോമ്പ് ബാത്തിലായി, നോമ്പ് ബാത്തിലായി. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവിക്കണമെങ്കിൽ നോമ്പ് നോൽക്കൽ ഹറാം. അതിപ്പോൾ ആ വിഷയത്തിനെ കുറിച്ചുള്ള കൂടുതൽ സംശയം എന്താണ്, പ്രസവരക്തമാണെങ്കിൽ അത് എത്രയാണോ അത്രയും കാലം അതിനിളവുണ്ട് അല്ലേ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പീരിയഡ് സമയങ്ങളാണോ ഒരു പെണ്ണിന് എത്രയാണോ ഓരോരുത്തർക്ക് ഓരോ രൂപത്തിലായിരിക്കും, ആ സമയം അവൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പിന്നീട് നോറ്റ് വീട്ടണം, ഫിദിയ വേണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. പക്ഷെ ഖളാ വീട്ടൽ നിർബന്ധമാണ്, നോറ്റ് വീട്ടുക തന്നെ വേണം. ആർക്കെങ്കിലും ഇനിയും ചെറിയ 1-2 നോമ്പൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോമ്പിന് ഏതായാലും 4-5 ദിവസം കൂടി ഉണ്ട്, നല്ലോണം ശ്രദ്ധിച്ച് വേഗം വീട്ടിക്കൂടി. നല്ല ക്ഷീണാണെന്ന് പറഞ്ഞിട്ട് നീട്ടി വെച്ചാൽ അടുത്ത വർഷം ആകുമ്പോഴേക്ക് പിന്നെ നിങ്ങൾ ഫിദിയ കൊടുക്കേണ്ടി വരും. ഈ ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്ക്, ഒരഗതിക്ക്, ഒരു പാവത്തിന് കൊടുക്കുക. നാട്ടിലെല്ലാം ഇടങ്ങേറുള്ള ആൾക്കാരുണ്ട്, പോലെ പരിഗണിക്കുക. അതെന്താ കൊടുക്കണ്ടേ ഉസ്താദെ, അരി അതിൻ്റെ കൂടെ ഈ മസാലകളൊക്കെ കൊടുക്കണോ, ഒക്കെ സൂക്ഷ്മതയുടെ ചോദ്യമാണ്. അതെന്താ ആവശ്യമല്ല, ഒരു നേരം കഴിക്കാനുള്ള നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം ഏതാണോ അത് ഒരു നേരം ആൾക്ക് കഴിക്കാനുള്ള കൊടുക്കുക. അത് കഴിഞ്ഞ് മസാലകൾ നിങ്ങൾ കൊടുത്തതിൽ കുഴപ്പമില്ല, കൊടുത്താൽ നല്ലത്. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രധാന ധാന്യം ഏതാണോ കൊടുക്കുക. ഇതിപ്പോൾ ആരാ ചെയ്യേണ്ടത്,
ഞാൻ ഒന്നും കൂടി പറയണത് 2 മിനിറ്റ് കുത്തുക കൂടിയാലും വേണ്ടില്ല, സംശയം പാടില്ല. എന്താ സംഭവം വെച്ചാൽ പിന്നെ ഇവരാണ് ഫിദിയ കൊടുക്കണം. അശ്രദ്ധമായിട്ട് അടുത്ത നോമ്പിലേക്ക് വീണ്ടും നീട്ടുക, അവരാ ഫിദിയ കൊടുക്കേണ്ടത്. ഒരു തൗബ ചെയ്യുവാണ്, ചെയ്ത വലിയ തെറ്റാ. പിന്നെ ഫിദിയ കൊടുക്കേണ്ട ആരാന്നറിയോ? രോഗം മാറുമെന്നൊരിക്കലും പ്രതീക്ഷയില്ലാത്ത രോഗികളുണ്ടാവും. ഒരു നോമ്പ് നോക്കേണ്ട, ഒരു ഫിദിയ കൊടുത്താൽ മതി, സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി. പിന്നെ ആരാ കൊടുക്കേണ്ടത്? വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടേ നോമ്പൊന്നും നോക്കാനുള്ള ആരോഗ്യമല്ല, ഒരു നോമ്പ് നോക്കണ്ട, ഒരു ഫിദിയ കൊടുത്താൽ മതി. എന്നാൽ മാറുമെന്ന് സാധ്യതയുള്ള രോഗങ്ങളാണോ, അവർ ഫിദിയ കൊടുക്കല്ല വേണ്ട, നോമ്പ് നോറ്റു കിട്ടുകയാണ് വേണ്ടത്, അവിടെ ഫിദിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പിനെ പൂർണ്ണാർത്ഥത്തിൽ അറിഞ്ഞ് മനസ്സിലാക്കി നല്ല അന്തസ്സോടെ തന്നെ എൻ്റെ നോമ്പ് ഓക്കെയാണ്, സംശയത്തിലൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൽ ആരോഗ്യത്തോടു കൂടി എത്തുകയും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ ഈ റമദാനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഗ്രഹം പ്രദാനം ചെയ്ത് സ്വീകരിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാരെ കടന്നു പോകുമ്പോൾ അതിലൊരംഗമായി അള്ളാഹു നമ്മയും പരിഗണിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ സഹോദരൻ, ഒരു വയലോടിയുള്ളൊരു സഹോദരൻ്റെ മാതാവ് അല്പ ദിവസങ്ങൾക്ക് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം എന്നെ നേരിട്ട് വന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മാതാവിൻ്റെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ നഈമിൽ ഒരിടം നൽകി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.